പോഷൻ ഫുഡിനകത്ത് 0.4 മില്ലിഗ്രാമാണ് ചേർക്കാൻ പാടുള്ളത്. പക്ഷേ നമ്മളൊരു ഹോട്ടലിൽ ചെന്നാ ഒരു ഫ്രൈഡ് റൈസ്, ഒരു സൂപ്പ്, ഒരു ചില്ലി ചിക്കൻ, ജിഞ്ചർ ഗാർലിക് മഞ്ചൂരി, അങ്ങനെ എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങിയാൽ അതിനകത്ത് ഇത് വാരി ഇടുന്നത്, അതായത് 0.4 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ വിരൽ മുട്ടിട്ടിടാനുള്ളതുണ്ടാവുള്ളൂ. വാരി ഇടുന്നേ അനുഭവ 25 വർഷമായി ഞാൻ ഹോട്ടലിൽ അല്ല സർ, 1 ലക്ഷം രൂപ കച്ചവടം നടക്കുന്ന, ആവറേജ് കച്ചവടം നടക്കുന്ന ഒരു ഹോട്ടലില് ചുരുങ്ങിയത് 10 കിലോ അജിനോമോട്ടോ വാങ്ങിച്ചിരിക്കും. അതേമാതിരി 2 കിലോ കളർ വാങ്ങിച്ചിരിക്കും. എത്ര കിലോ കോൺഫ്ലവർ വാങ്ങിച്ചിരിക്കും? ഞാൻ ചോദിക്കണേ, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അടിസ്ഥാനമില്ലാത്ത പ്രസ്താവനകൾക്കൊന്നും മറുപടി വരേണ്ട കാര്യമില്ല. അദ്ദേഹം പറയുന്നത് അടിസ്ഥാനമില്ലാത്ത കാര്യം അല്ല. സാർ പറഞ്ഞ സാറിന് 60 വയസ്സായി. എനിക്ക് 60 വയസ്സായതുകൊണ്ട് ഞാൻ 44 വർഷമായിട്ട് ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന 44 വർഷം ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന അനുഭവത്തിൽ നിന്ന് 1 ലക്ഷം രൂപ കച്ചവടമുള്ള ഒരു നോൺ വെജ് ഹോട്ടലില് എറണാകുളത്ത് ഇഷ്ടംമാതിരി മിഡിൽ ക്ലാസ് ഹോട്ടലിലും ജോലി ചെയ്തിട്ടുണ്ട് ഈ 44 വർഷത്തിനുള്ളില്. ഹോട്ടലിന്റെ പേരൊന്നും ഇപ്പൊ പറയാനില്ല. ഇന്ത്യൻ ഫുഡുകൾക്ക് അജിനോമോട്ടോന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ബിരിയാണിക്കകത്ത്, പിന്നെ കുഴിമന്തിക്കകത്ത് വരെ ലാഡില് ചൈനീസ് ഫുഡ് ഉണ്ടാക്കുന്ന, അത് ഇളക്കാൻ ഉപയോഗിക്കുന്ന കയ്യിലിന്റെ പേര് ലാഡിൽന്നാ. ഏകദേശം ഒരു 300 ഗ്രാം അജിനോമോട്ടോ കൊള്ളും. ഓരോ ഒരു കലക്കാണ്ട് കലക്ക. ഇന്ന് ബിരിയാണി തിന്നവൻ നാളെ ഉച്ചയാകുമ്പോ അവിടെ പോയി ഒരു ബിരിയാണി കഴിക്കാം. അല്ല, ഒരു കാര്യം അദ്ദേഹം ജോലി ചെയ്ത ഒന്ന് ഹോട്ടൽ നിലവിലുണ്ട്. 2 അദ്ദേഹം ചെയ്തത് വലിയൊരു സാമൂഹ്യ ദ്രോഹം. ഇത് അറിഞ്ഞിട്ട് ഇത്രയും നാളും അദ്ദേഹം ജോലി ചെയ്ത ഹോട്ടലിൽ ഇത്രയും ജനദ്രോഹപരമായ കാര്യം നടന്നിട്ട് അദ്ദേഹത്തെ ഫുഡ് സേഫ്റ്റിയോ ആരും അറിയിച്ചില്ല. അദ്ദേഹമാണ് ഏറ്റവും വലിയ ഈ സമൂഹത്തിനോട് ദ്രോഹം ചെയ്യുന്നത്. ഹലോ, ഞാൻ ഇവിടെ സാമൂഹ്യ സേവനത്തിനായിരുന്നില്ല. എനിക്ക് എന്റെ വീട്ടിലെ ദാരിദ്ര്യം കൊന്നോണ്ടല്ല ജോലി ചെയ്യാൻ മുതലാളിമാര്, വലിയ വലിയ മുതലാളിമാരുടെ ചട്ടകമായിട്ട് നമുക്ക് എന്ത് അവകാശമുണ്ട്? മറ്റ് ജീവികളെ കൊന്നു തിന്നാൻ നമുക്ക് എന്ത് അവകാശമുണ്ട്? അതെന്താണ്? അത് വിശ്വാസം. നിങ്ങൾ എന്താ മാനസാന്തരപ്പെടാൻ കാര്യം പറയൂ. പറഞ്ഞാൽ എന്നാലും ഞാൻ ഇത് തന്നെ ചെയ്യേണ്ടി വരും. റെസ്റ്റോറന്റ് ബിസിനസ് നടത്തുന്ന മൊത്തം ആൾക്കാരെയും ക്ഷീണിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം നടത്തിയത്. കാരണം എല്ലാ റെസ്റ്റോറൻറ്റും ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് നല്ല രീതിയിൽ FSSAI ലൈസൻസിന്റെ അതിന്റെ നോംസ് എല്ലാം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റുകാരും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. പിന്നെ ഈ തട്ടുകടക്കാർ അവർക്ക് യാതൊരു ലൈസൻസും ആവശ്യമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് റെസ്റ്റോറൻറ്റുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ജോലി ചെയ്ത കാലം മാറി, നിങ്ങൾ ജോലി ചെയ്ത കാലങ്ങൾ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ടാകും, നിയമങ്ങൾ ഫോളോ ചെയ്ത് തന്നെയാണ് എല്ലാ റെസ്റ്റോറൻറ്റ്സും വർക്ക് ചെയ്യുന്നത്. അതൊന്നും ഇല്ലാണ്ട് ജോലി ചെയ്യുന്ന തട്ടുകട ചെറിയ ചെറിയ കടക്കാർ ചെയ്യുന്ന അതിനൊക്കെ റെസ്റ്റോറൻറ്റ്സുകാർക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റുമോ? പറ്റൂല. 90 ആയില്ലെന്ന് 60 വയസ്സായിട്ടുള്ളൂ. ജോലി നിർത്തിയിട്ട് ഏകദേശം 1.5 വർഷമായിട്ടുള്ളൂ. അത് ഈ 1.5 വർഷം കൊണ്ട് ഇവിടെ ഒന്നും വലിയ സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ FSSAIയുടെ കാര്യം പറഞ്ഞു, എന്ത് ഫൈൻ വന്നാലും 5000 10,000 കൊടുത്താൽ തീരാവുന്ന കേസുള്ളൂ ഇവിടെ. അത് വിദേശത്താണെങ്കിൽ നേരെ മറിച്ചാ. ഞാൻ വിദേശത്ത് ജോലി ചെയ്താ ഒരു ഹോട്ടലില് നേരത്തെ പറഞ്ഞില്ലേ, ബംഗാളികളെയും പറഞ്ഞില്ലേ, ഒരു ഹോട്ടലിൽ ഷോർമ വാങ്ങിക്കാൻ ചെന്നാ കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് ഇവൻ നേരെ പോയിട്ട് അകത്തുനിന്ന് ഒരു സാധനം എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക. ഞാൻ ഉടനെ തന്നെ വിളിച്ചിട്ട് അവനെ വിളിച്ചു, അവനെ വിളിച്ച്, നീ എന്താ വായി വെച്ചിരിക്കണേ? ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പ്രതികരിക്കുന്ന, ഞാൻ ഇവർക്കൊന്നും വൃത്തിയില്ല. അപ്പൊ ഞാൻ അതിനെതിരെ പ്രതികരിച്ചു. അപ്പൊ ഈ 10 കിലോ അജിനോമോട്ട വാരി ഇട്ടപ്പോഴത്തേക്ക് അന്ന് ജോലി കളഞ്ഞിട്ട് പോകേണ്ട മനുഷ്യൻ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ഇത് വയറ്റത്തടിക്കുന്ന പോലെയല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.